ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കൽപ്പാത്തി രഥോത്സവം കാണാൻ വേണ്ടി വന്നേക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുന്നള്ളി വരുന്നതായിരുന്നു ഞാൻ ആദ്യം കണ്ടേ. അതിന് മുന്നേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു രഥോത്സവം കൊണ്ട്. അതാ നമ്മുടെ കഥാനായകൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ രഥോത്സവം ഇവിടെ വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് വെരി എക്സൈറ്റഡ് ആണ്. കാണുമ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, രസമാണ് അടുത്തു നിന്ന് കാണാൻ. ഒരു ലെക്കൊക്കെ വേണമെന്ന് വേണേൽ പറയാം. കൽപ്പാത്തി രഥോത്സവം എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റായിരുന്നു. അതും ഞാൻ ഇത്തവണ സാധിച്ചു. കാരണം ഞാനൊരു ഫ്രൈഡേ ആയിരുന്നു കണ്ടത്. സാറ്റർഡേ സൺഡേ ഒക്കെ തിരക്കായിരിക്കും. അതുകൊണ്ട് ഫ്രൈഡേ തന്നെ ഞാൻ ഈവനിങ് എന്താ പറയുക ഞാൻ കണ്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിങ്ങനെ അടുത്തൂടെ വരുമ്പോൾ ഒരു രഥമല്ല 2-3 രഥങ്ങാനും ഞാൻ കണ്ടു ഗൈസ്. നല്ല രസമുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. അടുത്തു നിന്ന് ദൂരെ നിന്നും ആ വെളിച്ചവും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ പാലക്കാടുകാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ശരിക്കും എൻ്റെ അടുത്തൂടെ പോകുമ്പോൾ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് എഡിറ്റ് ചെയ്യുമ്പോഴും പോലും ഞാൻ രഥോത്സവം കാണും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അൺപ്ലാൻഡ് ആയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചു പോയതായിരുന്നു. അങ്ങനെ ഞാൻ രഥോത്സവം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വടംവലി പോലെയൊക്കെയാണ് എനിക്കത് ഫീൽ ചെയ്ത്. വേറൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ, സീ യു ഗൈസ്.